അപ്പാപ്പനെ തെറി വിളിച്ചോടാ, നമ്മുടെ അപ്പാപ്പനെ തെറി വിളിച്ചേ. അമ്മമാര് ഫോൺ വിളിച്ചപ്പോ നമുക്ക് ചോദിക്കണം. ഞാൻ പറഞ്ഞുതരാം. ഫോൺ വിളിച്ചപ്പോഴത്തേക്ക് ഗോകു എന്താ പറയുക, എന്റെ വീട്ടിൽ പോയി വിളിക്കാൻ പറഞ്ഞു. എടാ ഈ അടി ആയി കഴിഞ്ഞാൽ റേഡിയോ ഒക്കെ ദയവായിട്ട് അലക്കല്ലേ കേട്ടാ, വെറുക്കും കേട്ടാ ഞാൻ പറഞ്ഞത്. റേഡിയോയില് ആവശ്യമില്ല തണുപ്പ് വേണ്ട. വണ്ടിയിലെ വെളി നട്ടാ വണ്ടി 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 ചോദിക്കാൻ അങ്ങോട്ട് കറണ്ടില്ല താഴെ വീട് വാക്കില്ല. വാങ്ങിയേട്ടെ നീയാണ് ഗ്യാങ്സിന്റെ വിസിബിൾ ഏരിയ മാറാൻ അടിയും പറയണം. ഇനി അത് പറഞ്ഞ ഡിലേ ആക്കണ്ട. അതുകൊണ്ട് ആ കാരണം കൂടെ ഇറങ്ങാതിരിക്കണ്ട. അതൊക്കെ പിന്നെ ചോദിക്കാം. നിങ്ങൾ വാ, ഇങ്ങോട്ട് വാ, ഈ മാർക്കിലോട്ട് വാ, ഈ മാർക്കിലോട്ട് വിസിബിൾ ഏരിയ മാറിട്ട് വാ, ഈ മാർക്കിലോട്ട് വാ. ഇത് അങ്ങോട്ടാണേ ചേച്ചി. എന്താടാ അപ്പുറത്തെ റോഡിന്റെ അപ്പുറം കേട്ടോ, ഓപ്പോസിറ്റ് സൈഡ്. വണ്ടി തിരിച്ചു കേട്ടാ. ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ, അവരുടെ പുറയിലുണ്ട്. ഞാൻ താര ഒട്ടിച്ചത് ഇവിടെ. ഞാൻ രണ്ട് ഇറക്കി വെച്ചിരിക്കുന്നു. എങ്ങോട്ടാ എങ്ങോട്ടാ വണ്ടി എടുത്താ ബാക്കിയുള്ളവന്മാർ ആദ്യമേ തുടങ്ങിക്കോ. ബാക്കിയുള്ളവന്മാരെ ഈ വണ്ടിയിൽ പിടിയടാ, ഈ വണ്ടിയിൽ പിടിയടാ. ഇതെന്ത് പറയടാ ഇത്. വണ്ടി സ്റ്റക്കാടാ. ഡോർക്കി പണ്ണടവനാ. പിങ്ങിന്നല്ല വണ്ടി വരുന്നേ. ഇവിടെ കുത്തിച്ച് ഇവിടെ ഒന്ന് കുത്തിച്ച് റീച്ച് ചെയ്യോ. എവിടെ കുത്തണ്ടെന്ന് വെച്ചാൽ പറയാനില്ല. അന്നേരം മൊത്തം വണ്ടി ഇവിടെ ഉണ്ട്. വണ്ടിയെടുത്ത് മാറ്. ഇവിടാണ് അമ്മരെല്ലാം വന്നേക്കുന്നത്. ഈ ഏരിയ വൈപ്പൂട്ടാണ്. വണ്ടി എടുക്കണം, വണ്ടി യാരത് മൂവ് പண்றோம். ബാക്കിൽ നിന്ന് വരുന്നടാ, ബാക്കിൽ നിന്ന് വരുന്നടാ, ബാക്കിൽ നിന്ന് വരുന്നടാ. மட்டும்தான் இருக்குமா?
അവൻ എന്നോട് ഇങ്ങനെ കേട്ടോ അടിപൊളി മറ്റേ അപ്പാപ്പനെ മറ്റേ കോണടിച്ച മറ്റേ പ്രിയവാരി കോണടിച്ച ഷിബു അവരെ രണ്ടെണ്ണത്തെ എടുക്കാൻ അവന്മാർ രണ്ടെണ്ണത്തെ എടുക്കാൻ അവന്മാർ രണ്ടെണ്ണത്തെ എടുക്കണം കണ്ടികളെ നീയൊക്കെ പ്രശ്നത്തെ എന്താ കാണിച്ചാൽ മക്കളെ നിനക്കൊക്കെ നീയൊക്കെ ഇനി സിറ്റി നടക്കുമല്ലോ നീയൊക്കെ നിന്റെ അപ്പാപ്പന്റെ കൊട്ട ഇല്ല ചില്ലാവ് കത്തിക്കേ അവരെ ഓർത്തെടുക്കണം കള്ളക്കളവനെ എടാ ഒരു വീഡിയോ ആയിട്ട് പോയിട്ടുണ്ട് ഒരു ചില്ലില്ല എനിക്ക് ഒരു ചില്ലില്ല അപ്പാപ്പനെ പറഞ്ഞിട്ട് ഒരു പുണ്ടച്ചവനും പോകത്തില്ല ഇവിടുന്ന് അവന്റെയൊക്കെ മെസ്സേജ് എന്റെ കയ്യിൽ വെച്ചാൽ എന്റെ കയ്യില് ഇല്ലാവാനാ വെടിവെക്കല്ലേ തിരിച്ചു വരട്ടാൻ കുഴപ്പമില്ല ബാക്കിയുള്ളവരെ തൂക്കിക്കൊണ്ടുവന്ന് എല്ലാവരും തൂക്കിക്കൊണ്ടുവാ ഇവിടെ കൊണ്ടുപോയി ഇവിടെ എന്റെ മാർക്ക് ഇവിടെ കൊണ്ടുപോവാ എല്ലാവരും മൊത്തം ഇവിടെ കൊണ്ടുപോവാ അവിടെ രണ്ട് കളവന്മാരും തൊട്ടവിടെ ഇതാണെന്നോ കളവൻ അവനെ ഇത് തറലിടുന്ന ഇത് പോകുന്നില്ലടാ വണ്ടി പോയാ മതിയേ ഗ്യാങ്സ് പോലും ഇല്ലാതെ അടിക്കാൻ വന്നേക്കുന്നത് എന്താണ് വഴി കൂടെ പോയപ്പോ ഗതികേട് തന്നെ അവജയ് ലാസ്റ്റുള്ളവനെ വിടറാ കുലുക്കി ഇരിക്കോളിയാ ബുള്ളറ്റ് കിട്ടിയല്ലോ വായിക്കേ നീയൊക്കെ വാറും അടിച്ചിട്ടെ പ്രിയവാർ അടിച്ചിട്ട് നീയൊക്കെ മറ്റേ പുറത്ത് മാത്രം എല്ലാരും കാണിക്കാൻ വേണ്ടി കൊണ അടിച്ചില്ലെന്ന് പറഞ്ഞിട്ട് നിന്റെ കൂടെ കണ്ടി ഷീബൊക്കെ വന്ന് നമ്മുടെ അടുത്ത് മൂഞ്ചിച്ചത് ഞങ്ങളാരും കണ്ടില്ലെന്നാണ് വിചാരിച്ചേ കണ്ടികളെ നിന്റെയൊക്കെ വാർത്ത അവനെ കൊണ്ട് രണ്ടെണ്ണത്തിനെ കൊണ്ടുപോവാ നിന്റെ വർത്താനം എന്നിട്ട് നാട്ടുകാരുടെ മുന്നിൽ മാത്രം മാന്യൻ മാന്യനാവണേ എല്ലാവരുടെ മുന്നിലാവണം അല്ലാതെ കാണിക്കാൻ വേണ്ടി മാത്രം മാന്യനാവരുത് എന്നിട്ട് ഫേക്ക് ആയിട്ട് നിൽക്കുന്നവന്മാരെ ബാക്കി കൺവേർട്ടിങ് വണ്ടിയെന്ന് ഒള്ളി ലവ് നിന്റെ സാമാനത്തിനകത്ത് കൊണ്ടുവെക്കാം ഒരു ഒച്ചനെ പറ്റുള്ളൂ എടാ കണ്ടി ഇതാണ് ഷിബു എടാ കണ്ടി എടാ നീ ഇങ്ങനെ ചത്തു കിടക്കും നിനക്ക് വായ്ത്താളം മാത്രം എടാ കണ്ടി മനസ്സിലായോ നിനക്ക് നീ പ്രിയവാറ് വന്നിട്ട് ഭയങ്കര കുണച്ചായിരുന്നല്ലടാ എന്നിട്ട് നീ എല്ലാവരുടെയും മുമ്പിൽ വന്നപ്പോ നിനക്ക് ലവ് ഉള്ളി എടാ കണ്ടി എടാ കണ്ടി നിനക്ക് പല്ലുള്ളി ഇവ പണ്ട് എച്ച് എഫ് ഉണ്ടായിരുന്ന ആ കണ്ടിയാണ് ഇത് അല്ലല്ല
അവന്റെ വർത്താനം പന്ന നിന്റെ വർത്താനൊക്കെ നിന്റെ കയ്യിൽ നീ തല്ലുള്ളി ഗ്യാങ്ങിൽ ടയർ 3 ഗ്യാങ്ങിന്റെ അടുത്ത് പോയിട്ട് അടിച്ചാൽ മതിടാ കേട്ടറാ ഈ ബുക്കണ്ടി കേട്ടറാ നിന്റെ വാ പറഞ്ഞാൽ ഇനി ഇതുപോലെ എടുത്ത് വെച്ചേരും നിന്റെ അപ്പാപ്പന്റെ കൊട്ട മുറിച്ച് നിന്റെ വായിക്കോട്ട് വെച്ചേരും ഞാൻ അപ്പാപ്പന്റെ തോലി കൈ കൊട്ടി അടി അടിയെന്ന് പറഞ്ഞു. അല്ലല്ല ഇവനെ പൊക്കി അത്ര നേരം ഇവനെ പുഴിപ്പിക്കാം ഇവനെ പൊക്കി നീയൊക്കെ പറഞ്ഞ എന്റെ ഫ്രസ്ട്രേഷനും എന്റെ ഹ്യൂമിലിയേഷനും ഒക്കെ നീ എന്താന്ന് ഇപ്പൊ കണ്ടോ? ഇത് കണ്ടിട്ട് പോണം. ഇത് കണ്ടിട്ട് ഈ സിറ്റുവേഷനിൽ പറയുന്ന ഒരാളുടെ ഞാൻ എതിര് പറയത്തില്ല. ഇപ്പൊ കണ്ടോ ഫ്രസ്ട്രേഷൻ എന്താന്ന് ഞാൻ കാണിച്ചു തരാം. എനിക്ക് അത്ര വേണ്ടപ്പെട്ട ഒരാളെ പറ്റി പറഞ്ഞ എന്റെ ഫ്രസ്ട്രേഷൻ എന്താന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം നിനക്കൊക്കെ. നീ ഇത് കണ്ടിട്ട് പോയാൽ മതി കേട്ടോ. മിണ്ടായിരുന്നാണ് കണ്ടി വാ കണ്ടി. നീ എന്താ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞേ? നീ അപ്പാപ്പനെ കൊണ്ട് കുനിച്ചെടുത്തോന്നോ? നീ എന്താ വിചാരിച്ച MRC പോലെ മറ്റേ മണ്ണോളോ ഇവിടെ ഉള്ളതെന്നോ? കുഞ്ഞിക്കട എടാ ഇവനെ ഏതാണ് കുനിച്ചെടുത്തോ? അപ്പാപ്പനെ കൊണ്ടുവരാ നിന്റെ വായ്ത്താളൊക്കെ നീ വേറെ എവിടെയും മതി കേട്ടോ. നമ്മടുത്ത് വേണ്ട നിന്റെ വായ്ത്താളൊന്നും. മനസ്സിലായല്ലോ നിന്റെ? നീ അപ്പാപ്പനെ പേരും കോപ്പി അടിച്ചിട്ട് കുനിയടാ നീ അങ്ങോട്ട്. അങ്ങോട്ട് അതുകൊണ്ടാണല്ലോ ബാക്കി എല്ലാരും എടാ നീ ആ കുനിഞ്ഞു നിന്നോണ്ട് നീ ഒന്ന് പറഞ്ഞേ. സോറി അപ്പാപ്പ അറിയാതെ പറ്റിപ്പോയതാന്ന് പറയടാ നിന്റെ വാ പോയോ? സോറി അപ്പാപ്പ അറിയാതെ പറ്റിപ്പോയതാന്ന് പറ. സോറി TV അപ്പാപ്പ അറിയാതെ പറ്റിപ്പോയതാന്ന് പറ. സോറി TV അപ്പാപ്പ അറിയാതെ പറ്റിപ്പോയി. അങ്ങനെ അതിനൊരു സുഖം കിട്ടിയതാ. കുറച്ചും കൂടെ ഇതായിട്ട് പറ. സോറി അപ്പാപ്പ TV ആണെന്ന് അറിഞ്ഞില്ല, ഞാൻ അറിയാതെ സംസാരിച്ചു പോയതാ എന്നൊന്ന് പറ. നീ ഒരു മിനിറ്റ് നീ ഒരു മിനിറ്റ് അറിയാതെ നിന്റെ വേണ്ട. നീ ഒരു മിനിറ്റ് ഒരു അപ്പോളജി പറഞ്ഞു. കേക്കട്ടെ TV കണക്ട് 79. പിന്നെ ഈ അച്ഛനെ താല്പര്യമില്ലടാ നിന്റെ ഹോസ്റ്റേജിനെ ഇതാക്കിട്ടാന്ന് പറ അവന്റെ അടുത്ത്. പറയടാ ഒരു മിനിറ്റ് അപ്പോളജി പറയടാ. സമയം പോണേ. എന്തോ 1 മിനിറ്റ് അപ്പോളജി ചെയ്യുന്നു. ഒരു മിനിറ്റ് നീ അപ്പാപ്പന്റെ അടുത്ത് അപ്പോളജി പറഞ്ഞു. നീ ചെയ്ത തെറ്റ് അത്ര നേരം നീ നിർത്താതെ സംസാരിക്കണം. നീ സംസാരിക്കും. വേണ്ടി വരും. ഇനി 5 പേര് വേറെ നിരന്ന് നിൽക്കേണ്ടി വരും. പിന്നെ പറയാനിതൊക്കെ മനസ്സിലായില്ല. മനസ്സിലായില്ലടാ കണ്ടി നിനക്ക്. ഏടാ കണ്ടി 1 മിനിറ്റ് കാല് പിടിച്ച് കര നീ ഇരുന്നിട്ട് നീ ഒന്ന് പറഞ്ഞ കേക്കട്ടെ. പറ എന്ത് പറയണ്ടേ? സോറി അപ്പാപ്പ TV ആണെന്ന് അറിഞ്ഞില്ല, ഇനി ഒരിക്കലും ആവർത്തിക്കത്തില്ല. സോറി എന്ന് പറഞ്ഞ കേക്കട്ടെ. ഇനി ഒരിക്കലും ആവർത്തിക്കത്തില്ല. സോറി. അല്ലല്ല അങ്ങനെ ഞാൻ പറഞ്ഞത് പറഞ്ഞോണ്ടിരിക്കടാ.
ഞാൻ പറഞ്ഞത് പറഞ്ഞോണ്ടിരുന്നി. സോറി അപ്പാപ്പ, ഇനി ഒരിക്കലും ആവർത്തിക്കത്തില്ല. TV ആണെന്ന് അറിഞ്ഞില്ല. ഇത് പറഞ്ഞോണ്ടിരുന്നി. ഞാൻ നിർത്താൻ നേരം പറയാൻ എടുത്ത് ഇത് നാടൻ പട്ടിയുടെ ക്രോസ് അറിയാ. അവിടെ പറയട്ടെ എന്തായി ഈ മെസ്സേജ് ഒക്കെ ഉണ്ടല്ലോ, ഇത്ര ഹ്യൂമിലിയേഷൻ ചെയ്യുന്നതിനകത്ത് ഈ പുള്ളി ഇപ്പൊ ഇത് പറഞ്ഞതൊക്കെ നാളെ ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് എൻജോയ് ചെയ്യും. അത്രയും ബുദ്ധിയുള്ള അവർക്ക്, മനസ്സിലായ? ഇവർക്ക് അത്രയും ബുദ്ധിയുള്ളൂ. എന്റെ മറ്റേ അണ്ണന് ചേക്കണ്ണനൊക്കെ വരുമ്പോഴത്തേക്ക് വായിട്ട് അലച്ചാൽ മതി, മനസ്സിലായോ? ഇതുപോലെ അല്ല നിനക്ക് ഇനി ഒരു വട്ടം ഇവ ഫിയർ കാണിച്ചില്ല വലിച്ചു കൊടുത്ത കേട്ടോ ഇവനെ. പിന്നെ പിന്നെ ഒരു വട്ടം പറയുമ്പോ സംസാരിക്കാൻ നീ ആരാ? നീ മറ്റേ രാജ കളിക്കുന്ന നീ പട്ടി തീട്ട നീ ഒന്ന് പറഞ്ഞാ പോരെ, ഇതൊക്കെ കേൾക്കേണ്ട നീ ഒരു മിനിറ്റ് പറ. ഒരു മിനിറ്റ് ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ പറ. നീ പറഞ്ഞ പോലെ ഒരു അക്ഷരം തെറ്റാതെ പറയാം. പറ്റിപ്പോയതാ അറിയാതെ പറ്റിപ്പോയതാ. എങ്ങനെ പറയട്ടെ? ഒരു മിനിറ്റ് നീ പറ. ഞാൻ നിർത്താറാമ ഞാൻ പറയാം. അറിയാ പറയടാ. സ്റ്റാർട്ട് ചെയ്തോ. സോറി TV അപ്പാപ്പ, അറിയാതെ പറ്റിപ്പോയതാ. TV അപ്പാപ്പ അറിയാതെ പറ്റിപ്പോയതാ. TV അപ്പാപ്പ അറിയാതെ പറ്റിപ്പോയതാ. സോറി TV അപ്പാപ്പ അറിയാതെ പറ്റിപ്പോയതാ. സോറി TV അപ്പാപ്പ അറിയാതെ പറ്റിപ്പോയതാ. സോറി TV അപ്പാപ്പ അറിയാതെ പറ്റിപ്പോയതാ. എനിക്കൊരായിരം കൂടി ഉണ്ടെണ്ണ. എടാ നീ ഇനി മക്കളെ മതി എന്ന് പറഞ്ഞു. മക്കളെ മതി, ആ ഒരു ഫീൽ മതി മക്കളെ മതി മതി. ഒരാൾ മര്യാദക്ക് സംസാരിക്കാൻ വിളിക്കുന്ന സമയത്ത് മര്യാദക്ക് സംസാരിക്കണം. ഇനി മനസ്സിലായ കേട്ടല്ലോ അതിന് ആ മര്യാദ കിടക്ക് നിന്റെ വീട്ടിൽ സംസാരിക്കുന്ന രീതിയിൽ ബാക്കിയുള്ളവരോട് സംസാരിക്കരുത്, മനസ്സിലായോ? ബാക്കിയുള്ളവന്മാർ നിന്റെ വീട്ടിൽ നിന്റെ ഷെയ്ക്കിനോടൊക്കെ സംസാരിക്കുന്ന പോലെ നമ്മോട് സംസാരിക്കരുത്, മനസ്സിലായ? അതൊക്കെ നിന്റെ ഗ്യാങ് ഹൗസിൽ പുറത്ത് വന്ന ഇതുപോലെ വന്ന് ഇങ്ങനെ മുട്ടയിരിക്കുന്നു ഇങ്ങനെ. അതൊക്കെ നിന്റെ വീട്ടിൽ വിളിക്കുക. നീ ഫോൺ വിളിച്ചിട്ടാ പുള്ളി നീക്കെ കണ്ടോ ശരിക്കുള്ള എന്റെ ഫ്രസ്ട്രേഷൻ കണ്ടോ? ഇപ്പൊ അങ്ങ് വിളിക്കുന്നുള്ളു. എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടിട്ട് ആദ്യമായിട്ടാണ് ഒരു സിറ്റുവേഷൻ അല്ലേ? അപ്പാപ്പനെ തൊട്ടിട്ടൊന്നുമേ ഇവിടെ ഒരുത്തനും വിലസി നടക്കത്തില്ല, മനസ്സിലായ? ഇവിടെ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ് നമ്മൾ പോയതാ. അപ്പാപ്പനെ അത് പറഞ്ഞുള്ള കാര്യം ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ആ സമയത്ത് തന്നെ ഞാൻ അത് വിടൂലായിരുന്നു. മറ്റേ ടർഫ് ഓപ്ഷൻ പോലും വേണ്ടാന്ന് വെച്ചനെ ആ സമയത്ത് അറിഞ്ഞിരുന്നെങ്കിൽ. എന്ത് ടർഫ് ഓപ്ഷൻ? അവനൊന്നും നിങ്ങളെ പറഞ്ഞിട്ട് പോകണ്ട ഇവിടുന്ന്. ഞാനും അറിഞ്ഞില്ല, ഞാനും കേട്ടില്ലത്. അവന്റെ വർത്താനടാ. അവൻ കേറി എവിടെ കേറി കളിക്കണം. അവൻ നല്ല കുറച്ച് കിട്ടി. കഴിഞ്ഞില്ലേ? കാർല വിളിച്ചിട്ടുണ്ട്. ഒരു റൗണ്ട് പൊട്ടിച്ചേണ്ടൊന്ന് പറയുമോ? അവർക്കൊന്ന് പൊട്ടിക്കാനാണോ? അപ്പാപ്പനെ തൊട്ടാ നിങ്ങളുടെ പാപ്പ മാത്രമല്ലല്ലോ ഞങ്ങളുടെ അപ്പാപ്പനോടല്ലേന്നാ എന്റെ അടുത്ത് പറഞ്ഞ കാർലോ. അവനെ ഗ്യാങ്സി കൊണ്ടുപോകാം. അവനൊന്നും അവിടെ കണ്ടിട്ട് പോട്ടെ. ടൈമുണ്ടോ? ആരവൻ കൊണക്കണ? ചോട്ടാബിന്റെ മൊട്ട നിന്നെ കൊണ്ട് കടിപ്പിക്കും, മനസ്സിലായി? ചോട്ടാബിന്റെ മൊട്ട രണ്ടോട്ടല്ലേ ഇവനൊന്ന് വലിച്ചു കൊടുത്തേ. ഫിയറിലൊന്ന് വലിച്ചു കൊടുത്തേ.
അല്ലേ ഇനിയെ മക്കളെ കേട്ടോ മക്കളെ പറയാ ആള് MRCക്ക് വേണ്ടി കുറയ്ക്കാൻ എന്റെ DM വരുന്നവന്മാർക്കും ബാക്കിയുള്ളവന്മാർക്കും ഇത് കണ്ട, ഇതാണ് നിന്റെയൊക്കെ അണ്ണന്മാരുടെ കഴിവ്. കണ്ട, ഇങ്ങനെ ചെറിയ ഇരിക്കും. വാലും കൂടി ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ദൈവം വന്നിട്ടുണ്ടല്ലോ. ബ്രോ ഒന്ന് വരുമോ? അവന്റെ കയ്യും കാര്യം കണ്ടോ കറക്റ്റ് നാടൻപെട്ടി തീട്ടകളാണ് നമ്മുടെ 8 പേരെയാണ് അടിക്കാൻ പറ്റുള്ളൂ ഈ കണ്ടികൾക്ക്. 28 ഫുഡും കൊടുക്കണേ, അല്ലെങ്കിൽ അറിയാണ്ട് അടിച്ചിട്ട് ആരും അടിക്കില്ല. അവന്റെ ലൈഫ് പോയിട്ടുണ്ട്. ഹീലിങ്സ് കൊടുക്കണേ, ഹീലിങ്സ് ഫുഡും. നമ്മുടെ രണ്ടുപേരും ടീം കില്ലാടാ. നീലിനെ നമ്മുടെ ആൾക്കാർ തന്നെ വണ്ടി ഇടിച്ചു എന്താണ്. അവന്റെ അടുത്ത് ഹീൽ ചെയ്യാൻ പറയുക. വീട്ടിൽ പോയി ഹീൽ ചെയ്യാൻ പറയടാ. ഇമോട്ടൊന്നും ഇടല്ലേ. എടാ ദൈവം ഇമോട്ടൊന്നും ഇടലടാ, കത്തിച്ച് കളയലടാ. വാടാ അകത്തോട്ട് വാടാ. എടാ എന്താ മണി ടർഫിൽ കക്കൂസ് ഉണ്ടോടാ? ആ ടർഫി വാ, ടർഫി വാ, ടർഫി വാ. നീ പോയിട്ട് ഓ സുൽത്താനിൽ കയറാൻ പറ്റി എനിക്ക്. സുൽത്താനായി വാഴും ഞാൻ. ഇവിടെ MRCയുടെ വണ്ടി ഇതുവഴി താഴോട്ട് പോയത് നിങ്ങളാരല്ലോ ആണോ? ഇതുവഴി താഴോട്ട് ഞാൻ സുൽത്താനിലാണ്. എനിക്ക് സുൽത്താൻ ഓടിക്കാൻ പറ്റി. പ്രൗഡ് മൊമെന്റ്. എനിക്ക് സുൽത്താൻ ഓടിക്കാൻ പറ്റി. പ്രൗഡ് മൊമെന്റ്. സച്ച് എ പ്രൗഡ് മൊമെന്റ് ഫോർ മീ.